ഹായ് ഹലോ ഗീതാ ഗോവിന്ദത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധികയും വിജയലക്ഷ്മിയും തമ്മിലുള്ള വാക്കേറ്റത്തിന് ശേഷം വിജയലക്ഷ്മി കാറിൽ കയറി പോവുകയാണ്. തുടർന്ന് ആ കാറിനെ തടഞ്ഞുകൊണ്ട് ഗോവിന്ദ് നിൽക്കുന്നു. വിജയലക്ഷ്മി പുറത്തിറങ്ങിയിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ഞാൻ ഈ നാട്ടിൽ കാല് കുത്തരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, പിന്നെയും എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഈ നാട് നിന്റെ അപ്പൻ മാധവൻ നായരുടേതൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ നീ അങ്ങനെ പറയുന്നത്? അത് കേട്ടതും ഗോവിന്ദിന് ദേഷ്യം വന്നു കേട്ടോ. ഈ നാട് എൻ്റെ അച്ഛൻ്റെ സ്വന്തമല്ലായിരിക്കാം, പക്ഷെ അറയ്ക്കൽ വീട് എൻ്റെ അച്ഛൻ്റെ സ്വന്തമാണ്. അവിടേക്ക് നിങ്ങൾ കാലുകുത്താൻ പാടില്ല എന്ന് പറയണേ. അത് തീരുമാനിക്കേണ്ടത് നീയല്ല. എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയത് രാധികയാണ്. ഇനി അറയ്ക്കൽ തറവാട്ടിൽ നിന്ന് എന്ത് കിട്ടിയാലും ഞാൻ അതൊക്കെ നേടിയിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അറയ്ക്കൽ തറവാട്ടിലുള്ളവരോട് പ്രതികാരം ചെയ്യാൻ നിങ്ങൾ എന്തിനാ പാവം ഗീതുവിനെ കരുവാക്കുന്നത്? അവൾക്ക് എന്ത് വിഷം കൊടുത്തിട്ടാണ് നിങ്ങൾ അവളെ മയക്കി വെച്ചത് എന്ന് എനിക്കറിയില്ല. ഗീതുവിനെ കയ്യിലെടുത്ത് നിങ്ങൾ ഈ കാണിക്കുന്നതൊന്നും എനിക്കൊരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്ന് വിജയലക്ഷ്മിയോടായിട്ട് പറയാൻ കേട്ടോ ഗോവിന്ദ്. മര്യാദയ്ക്ക് നിന്നോളണം, അല്ലെങ്കിൽ എൻ്റെ വിധം മാറുകയെന്ന് പറയുമ്പോൾ, നീ എന്താടാ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? എനിക്ക് അറയ്ക്കൽ തറവാട്ടിൽ നിന്ന് കൈവിട്ടു പോയതെല്ലാം ഞാൻ തിരിച്ചു പിടിക്കും. അതിനുവേണ്ടി ഞാൻ ഗീതുവിനെ തന്നെ മുന്നിൽ നിർത്തും. എന്നിട്ട് ഓരോന്നായി തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യുമെന്ന് പറയണേ വിജയലക്ഷ്മി. ഞാനും ഗീതുവും തമ്മിൽ ഇപ്പം നല്ല സ്നേഹത്തോടെയാണ് ജീവിക്കുന്നത്. ആ സമാധാനം കളയാൻ നിങ്ങളിനി വരരുത് എന്ന് പറയണേ. ഓ ഞാൻ വരും. നീ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി എന്നിൽ നിന്നും ഗീതുവിനെ പിരിക്കാൻ നോക്കരുത്. അറയ്ക്കൽ തറവാട്ടിലെ ആകെയുള്ള ഒരു ബന്ധുവാണ് ഗീതു. നീ അവളെ എന്നിൽ നിന്നും പിരിക്കാൻ നോക്കണ്ട എന്ന് വിജയലക്ഷ്മി പറയുമ്പം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാൻ കേട്ടോ ഗോവിന്ദ്. എന്തൊക്കെ സംഭവിച്ചാലും ഗീതുവിനെ നിങ്ങളിൽ നിന്ന് ഞാൻ പിരിച്ചിരിക്കും. ഈ അറയ്ക്കൽ ഗോവിന്ദ് മാധവ് ജീവിച്ചിരിക്കുമ്പോൾ രാധിക അമ്മയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാനും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണേ. നീ തടയാൻ പറ്റുമെങ്കിൽ തടയടാ എന്ന് പറയാൻ കേട്ടോ വിജയലക്ഷ്മി. നിങ്ങൾ ഗീതുവിനെ വെച്ചിട്ടാണ് കളിക്കാൻ പോകുന്നതെങ്കിൽ രാധികാമ്മയുടെ മുൻപിൽ തന്നെ ഞാനുണ്ടാകും യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയാണ് ഗോവിന്ദ്. ഓ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവളും എന്നെപ്പോലെ നിങ്ങളെ തള്ളിപ്പറിമായിരുന്നു എന്ന് പറയുമ്പോൾ, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഗോവിന്ദ്. എന്നും അവൾ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് കാറിൽ കയറി പോവുകയാണ് കേട്ടോ വിജയലക്ഷ്മി. അങ്ങനെ ഗോവിന്ദ് വീടിനുള്ളിലേക്ക് കയറിയപ്പോൾ രാധികാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ കണ്ണാ നീ വിജയലക്ഷ്മി വന്നപ്പോൾ മാറിക്കളഞ്ഞത്? എനിക്ക് അവരുടെ മുഖം കാണുന്നതേ വെറുപ്പാണ് എന്ന് പറയുമ്പോൾ, കണ്ണാ ഇവിടെ നടന്നതൊക്കെ ഒരു നാടകീയ രംഗങ്ങളാണ്. വിജയലക്ഷ്മി ഇവിടെ വരണമെന്നും നിൻ്റെയും എൻ്റെയും മുന്നിൽ വെച്ച് തന്നെ ആ പൊന്നാട അണിയിക്കണമെന്നും വിജയലക്ഷ്മിയുടെയും ഗീതുവിൻ്റെയും ഒരു പ്ലാനാണ് എന്ന് പറയാൻ കേട്ടോ രാധിക. ഗീതു ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അമ്മേ, എങ്കിൽ പിന്നെ നീ വരുണിനോടൊന്ന് ചോദിച്ചു നോക്ക്. അപ്പോൾ വരുണും പറയുന്നുണ്ട്, ഏട്ടാ പറഞ്ഞതെല്ലാം സത്യമാണ്, ഏട്ടന് സംശയമുണ്ടെങ്കിൽ ഈ അസോസിയേഷൻകാരോട് ചോദിച്ചു നോക്കൂ എന്ന് പറയണേ. അവരോട് ചോദിക്കുമ്പോൾ അവരും പറയുന്നുണ്ട് അത് സത്യമാണ്, വിജയലക്ഷ്മിക്ക് അറയ്ക്കൽ തറവാട്ടിലേക്ക് വരാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നത് അവരുടെ പ്ലാനാണ് എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ഗീതും കൂടെ അറിഞ്ഞിട്ടുള്ള കളിയാണ് എങ്കിൽ ഞാൻ ഇത് ഒരിക്കലും വെച്ച് പുറപ്പിക്കില്ല, ഇതിനൊരിക്കലും സമ്മതിക്കില്ല എന്ന് പറയാൻ കേട്ടോ ഗോവിന്ദ്. അതും പറഞ്ഞ് ഗോവിന്ദ് ഗീതുവിൻ്റെ റൂമിലേക്ക് പോവാണ്. ഗീതു ആണെങ്കിൽ കണ്ണാടിക്ക് മുന്നേ പൊന്നാട ഇട്ട് ഹായ് എന്ത് രസം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഗീതു നിൻ്റെ ഉദ്ദേശം എന്താ? ആ വിജയലക്ഷ്മിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരും സങ്കടപ്പെടുത്തുക എന്ന ഒരൊറ്റ ഉദ്ദേശമല്ലേ നിനക്കുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ കണ്ണേട്ടാ, അസോസിയേഷൻ്റെ ആളുകളോടൊപ്പം വിജയലക്ഷ്മി മാമും ഇവിടെ എത്തും എന്ന് എനിക്കറിയാം. അത് ആദ്യമേ കണ്ണേട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്നാട അണിയിക്കൽ ചടങ്ങ് ഇവിടെ നടക്കില്ലായിരുന്നു എന്ന് പറയാണ് കേട്ടോ ഗോവിന്ദിനോട്. എനിക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇപ്പം തന്നെ അവരെന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോയതെന്ന് പറയുമ്പോൾ, അതെന്തിനാ കണ്ണേട്ടാ വിജയലക്ഷ്മി മാം നിങ്ങളെ വെല്ലുവിളിക്കുന്നത്? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഗീതു. ഇനി വരുന്ന ഓരോ നിമിഷവും ഓരോ പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അവരിവിടെ വന്നത് ഈ വീടിനെ തകർക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയാണ് കേട്ടോ. വീണ്ടും ഗീതുവിനോട് ഗോവിന്ദ് ഓരോന്ന് പറഞ്ഞ് ചൂടായി പോവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഗീതു ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും വിജയലക്ഷ്മി മാമിനോട് രാധികാമ്മയ്ക്കും കണ്ണേട്ടനൊക്കെ ഇത്ര ദേഷ്യം, അതൊന്ന് കണ്ടുപിടിക്കണമല്ലോ എന്ന്. തുടർന്ന് ഗോവിന്ദിന് ചായയുമായി ഗീതു വരികയാണ്. ഗീതു ആണെങ്കിൽ ഒരു മുഖത്തെ ഒരു പെട്ടിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ വരുന്നത്. രൂപം കണ്ടിട്ട് നമ്മുടെ ഗോവിന്ദ് ഞെട്ടാണ് കേട്ടോ. പേടിക്കണ്ട, ഇതേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനല്ല, കണ്ണേട്ടൻ്റെ ഗീതുവാ എന്ന് പറയുമ്പോൾ, എന്തൊക്കെ കോപ്രായങ്ങളാണ് നീ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇത് കോപ്രായമൊന്നുമല്ല, മുഖസംരക്ഷണത്തിന് വേണ്ടി ഞാൻ തന്നെ രൂപകൽപ്പന ചെയ്ത ഹെൽമറ്റാ എന്ന് പറയണേ. മെയ്ഡ് ബൈ ഗീതു എന്ന് പറഞ്ഞിട്ട് ഗീതു പോവാണ് കേട്ടോ.